എടാ നീ ഈ മൂളിപ്പാട്ടും പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാര്യം വല്ലതും നടക്കുവോ? കഴിഞ്ഞ പ്രാവശ്യം കാട് വെട്ടിപ്പറിച്ചിട്ടില്ല. ഈ വർഷം കൂടെ കാട് വെട്ടിപ്പറിക്കാതിരുന്നാലുണ്ടല്ലോ വീട്ടിനൊപ്പം കാട് വളരും. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാമ്പിന്റെ കശയായിരിക്കും ഇവിടെ. പാമ്പും പഴുതാരൊക്കെ വീട്ടിനകത്ത് കുഞ്ഞിട്ട് കിടക്കും. ഞാൻ കാര്യം പറഞ്ഞേക്കാം, നിന്നെ കൊണ്ട് ഒക്കത്തില്ലേ അത് പറ. എന്റെ അമ്മ ഈ മഴക്കാലല്ല, ഇനി അതാണ് തോരട്ട് മഴ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴത്തേക്കും നന്നായിരിക്കും. അല്ലാതെ എന്ത് ചെയ്യുന്ന പണിക്കാരെ കിട്ടല്ലേ അമ്മ? പണിക്കാരില്ലേ? പണിക്കാരില്ലെന്ന് വെച്ചാൽ ഞാൻ അവനോട് പണി എത്ര പ്രാവശ്യം പറയുന്നതാണ്. ഓഫീസിൽ പോകുമ്പോഴൊക്കെ ചെന്ന് പറയും, ഒരു ദിവസം വന്നിട്ട് ആ കാടും മന്തൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒരു രക്ഷയില്ല. അമ്മ ഈ പറഞ്ഞോണ്ടിരിക്കുകയാണ്. പറഞ്ഞ വരണ്ടേ? എടാ അവൻ കള്ളും കുടിച്ചോണ്ട് പിടിച്ച പിടിയാലേ നീ വിളിച്ചോണ്ട് വാ ഇങ്ങോട്ട്. പിന്നെ അവനെ പൊക്കി എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കാട് വെട്ടിക്കല്ലേ. എങ്കിലേ കാര്യം നടന്നു. ഇപ്പൊ പണിക്കാരില്ല തന്നെ, അല്ലെങ്കിൽ ബംഗാളികളെല്ലാം വിളിച്ചോണ്ട് വാ. ബംഗാളികളെ ഫസ്റ്റ് ആൾക്കാരെ വിളിക്കണത്. എനിക്കാകെ പേടിയാവുന്നല്ലേ വീട്ടിൽ കിടന്നുറങ്ങാൻ. എന്നിട്ട് ഇങ്ങനെ ഞാൻ വല്ലതോട്ട് തലകറിച്ച് ഇറങ്ങി പോകും. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് എന്താ കാര്യം? പിന്നെ ആളെ കിട്ടല്ലേ എന്ന് പറഞ്ഞു മനുഷ്യൻ പേടിച്ചിട്ട് എങ്ങനെ കിടന്നുറങ്ങും? കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞില്ലേ ഇതുവരെ? ഏട്ടാ ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വാ. നീ എന്റെ ഭാര്യ കേൾക്കുമ്പോട്ടാ ഒരാഴ്ചയായിട്ട് ഒരു സ്വൈരല്ല തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ എന്താന്നറിയാമോ? പേടിയാ. എന്തിനാ? അവിടെ ആരാണ്ട് പാമ്പ് കടിച്ച് മരിച്ചെന്ന് പറഞ്ഞില്ലേ, അതി പിന്നെ ഭയങ്കര പേടിയാ. പാമ്പ് കടിച്ച് മരിക്കാനോ ചോദിച്ചാ അങ്ങനെയാവും. ഇവന് പറഞ്ഞാ മനസ്സിലാവത്തില്ല. ഇപ്പൊ തർക്കിച്ചോണ്ട് വന്നിട്ട് എന്തിനാ? ബാ ചോറിന് നമുക്ക് ഉറങ്ങണ്ടേ? ബാ. ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങി പോകും. ഞാൻ മാവേലി തറയിലേക്ക് പോകും. പിന്നെ ഈ കാട് വെട്ടിത്തെളിച്ചെന്ന് അറിയിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് കയറി വരത്തുള്ളൂ. തീർച്ചയാണത്. എന്തിന്റെ കേടാണ്? ബാ ചോറിന ഉണ്ടിട്ട് കിടക്കുന്നു. പേടിച്ചിട്ട് എങ്ങനെ ഉറങ്ങും ഞാൻ? അമ്മ എന്തിനാ മാവേലി തറ പോണത്? അത് മറ്റന്നാ ഇങ്ങോട്ട് വരൂന്നേ. അമ്മാവന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അമ്മ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലും. പിന്നെ മറ്റന്നാളാകുമ്പോ അമ്മാവന് ഇങ്ങോട്ട് വരും. അതന്നെയുള്ള ഒരു പരിപാടി. എത്ര ദിവസമായി അമ്മ പറയണ ആ കാട് വെട്ടാൻ? എന്ത് നോക്കി പേടിപ്പിക്കണേ? കാട് വെട്ടാന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞ വരണ്ടേ? അതെന്താ വരാത്തേ? എന്താ വരാത്ത ആരോട് പോയി ചോദിച്ചോക്ക്. ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കേ. എടി ഞാൻ എപ്പോഴും കാണുമ്പോ പറയാറുണ്ട്, ഇത് ഒരാഴ്ചയായി പറയൽ തുടങ്ങിയിട്ട്. ആള് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യും? എന്നാ പിന്നെ അയാളുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വാ. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് ആരോടും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക. പാമ്പുണ്ട്, വേഗം വെട്ടി വൃത്തിയാക്കണമെന്നൊക്കെ അമ്മ പറയണേ. കാടും പത്തിയാണെങ്കിൽ പാമ്പൊക്കെ ഉണ്ടാവും. വെറുതെ ഇന്നലെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അമ്മ പറയണേല് കാര്യമുണ്ട്. ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? അതെ, എല്ലാവർക്കും ആവാലോ. നിങ്ങൾക്കും ആയിക്കൂടെ? ഇപ്പൊ ഞാൻ പോയിട്ട് കാട് വെട്ടണോ? എന്താ നീ കാട് വെട്ടിയ കുഴപ്പം? എനിക്കില്ല. മടാലെടുത്തിട്ട് പോയിട്ട് കൊത്തിക്കളഞ്ഞാ മതി. എനിക്ക് ആ പുല്ല് തൊട്ട അലർജിയാ, ചൊറിയും. ഒക്കെ ചൊറിയും. ഏട്ടാ ആ പണിക്കാരനോടൊന്നും വരാൻ പറയും. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജമന്തി. ഒരാഴ്ച മുമ്പ് പറയല് തുടങ്ങിയതാണ് ഞാന്. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഏട്ട് നേരെ അയാളുടെ വീട്ടിലേക്കില്ല, രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഇങ്ങോട്ട് പിടിച്ചോണ്ട് തന്നെ. അയാളെ കുളിപ്പിക്കാനും റെഡിയാക്കാനൊക്കെ അവിടെ വേറെ ആൾക്കാരുണ്ട്. അവിടെ ക്യൂ ആണ് എന്റെ വീടിന്റെ മുമ്പിൽ. അത് നിനക്കറിയോ? എന്തിന്? പണിക്ക് വിളിക്കാൻ വേണ്ടിട്ട് ആളുകള്. ഇപ്പൊ എന്ത് ചെയ്യും? എന്നെ എന്ന് വരൂന്നെങ്കിലും പറയാൻ പറ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ വരുന്നു. പൊന്നു ചങ്ങായി, കാക്കന്ന് മലന്ന് പറക്കും. എന്താ അവന്റെ മാർക്കറ്റ് അറിയും? അല്ല, ഇത്ര തിരക്കാണോ നിനക്ക്? ഭയങ്കര തിരക്ക്. എല്ലായിടത്തും പണി പിടിച്ചിട്ടേക്കുമല്ലേ? അവിടെ ഇവിടെയൊക്കെ പണി പിടിച്ചിട്ടേക്കുക. എടാ, ഒരാഴ്ചയില് വരാൻ പറയൽ തുടങ്ങിയിട്ട്. സാറിന്റെ പണി തീരാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അവിടെ തുടങ്ങി വെച്ചത് തീരണ്ടേ? ഇനി ഒന്നും പറയണ്ട. ഇനി ഒരു കാര്യം ചെയ്യും, വീടിന്റെ പിന്നപ്പുറത്തൊക്കെ ആകെ കാടും പൊന്തിയും പിടിച്ച് കിടക്കുകയാണ്. ആദ്യം അത് നന്നാക്കുക. ആയിക്കോട്ടെ, നിങ്ങൾ പണിയെക്കുറിച്ച് ഒന്നും പേടിക്കണ്ട. ഞാൻ 5 മണി വരെ നന്നായിട്ട് പണി. പിന്നെ 10 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഊണ്, 4 മണിക്ക് ചായ, പോകാൻ നേരത്ത് ചായയും കടി. ഇപ്പൊ ചായ കുടിക്കാനാണ് ഇങ്ങോട്ട് വന്നേ? വേണ്ട, ഞാൻ കടയിൽ പോയി കുടിച്ചോളാം. അയ്യോ വേണ്ട, അത്രയും സമയം പിന്നെയും പോവും. വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് മതി തൊടിലേക്ക് കിടക്കുക. ആയിക്കോട്ടെ. പിന്നെ ഒരു 3-4 തെങ്ങുണ്ട്, അതിന്റെ കൂടെ ചോടൊക്കെ ഒന്ന് വൃത്തിയായിക്കോ. സമയം ചെയ്യാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. സമയം ഉണ്ടാവൂടാ. എന്താ പണിയെന്ന് മുമ്പൊക്കെ ചാടിയിരിക്കണേ നിന്റെ ഏട്ടാ. ഗ്യാസ് ഏട്ടാ. നല്ല ഗ്യാസ്. എന്താ ആഴ്ചയിൽ 2 ദിവസമൊക്കെ പണിയെടുത്താൽ മതിയല്ലോ. 10,000 വാങ്ങിക്കണത്. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ട് വന്ന എല്ലാ പണികളും ചെയ്താനെ. അത് അച്ഛനല്ലേ? ഈ ആയോട് കൂടിയാണ് മൊത്തം ഉഴപ്പായത്. കാണിച്ചു തരാം. കണ്ടാ
ഈ പൊന്ത പിടിച്ചേക്കുന്നു അവിടെ അല്ലേ? അവിടെ മുതൽ തുടങ്ങിക്കോ. എന്നാ തൂമ്പായ തൂമ്പായൊക്കെ ഒരാഴ്ച മുതൽ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചല്ലേ. അപ്പുറത്തോട്ട് പിന്നിലുണ്ട്. ആ എന്നാ ശരിടാ ജമന്തി. ഓക്കെ, വൈകിട്ട് കാണാം. തങ്കം, തങ്കം, ഇങ്ങ് വന്നേ. ഇതെവിടെയാ ബാക്കിൽ ഒരു ഒച്ച കേൾക്കണ വേണ്ടേ? എന്താ കള്ളൻ അറിയില്ല അല്ലേ? അവിടെ കാട് പിടിച്ച് കിടക്കാണ്, അതൊന്ന് വൃത്തിയാക്കാൻ ക്ലീറ്റോനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും. ആ കാട് ഞാൻ വൃത്തിയാക്കാനോ? എന്തിയേ? എടേ, ഓരോരുത്തർക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റോ സ്വന്തം വീട്ടിലെ പണി ചെയ്യണത് അഭിമാനക്കുറവാന്ന് പറയല്ലേ. ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. അതിന് ആ ജോലി ചെയ്യാനായിട്ട് അതിൻ്റെതായ ആൾക്കാരുണ്ട്. ഇനി അവന്റെ തൊഴിൽ ഞാൻ കൈയടക്കുന്നത് ശരിയാണോ? അപ്പൊ അവന് തൊഴിലില്ലാതെ പോകൂലേ? പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ഈ തൊഴിലാളികളുടെ സംഘടനയുടെ ഒരു നേതാവും കൂടെയാണ്. എന്തൊക്കെ ന്യായങ്ങളാ. അപ്പൊ അവൻ വന്നതാ അത് വൃത്തിയാക്കണ ആള്, അയാൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ നോക്കി. എന്താ അവിടെ പറ്റും? അതെ, എഴുന്നേറ്റേ അയാളെ പോയി ഒന്ന് സഹായിച്ചു കൊടുക്കുക. സഹായിക്കണത് കുഴപ്പമില്ലല്ലോ. എന്ത് സഹായിക്കാൻ? അവിടെ ചെന്നൊന്ന് നിക്ക്. അതൊക്കെ പോലെ ആളിന് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് അവൻ ചെയ്യട്ടെ. എന്റെ ക്ലീറ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ ഇറങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മേലനങ്ങ്. എന്തൊരു കഷ്ടമാണ്. ചെല്ല്. നോക്കിയേ മടിയൻ. എന്റെ മുഖം നീ ഇപ്പോഴേ കണ്ണുള്ളൂ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കണ്ടു തന്നെയാണ്. ചെല്ല അങ്ങോട്ട് നിന്ന് പരിങ്ങാണേ. അങ്ങോട്ട് പോ. സമ്മതിക്കരുത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ. കൊള്ളാം. ഇതെന്താ പണി ഇത്? സ്പീഡ് തീർന്നല്ലേ? നീ വന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇത് ഒന്നും നീങ്ങണില്ലല്ലോ, പണി നീങ്ങണില്ലല്ലോ. ഓ, ഇവിടെ അല്ല സാർ, അവിടെ തുടങ്ങിയത്. അവിടെ തീർത്തിട്ട് ഇവിടെ ഈ തെങ്ങിന് ഇത് അവിടെ എന്തിനാ ഇപ്പൊ തീർക്കാൻ പോയേ? അല്ല, അവിടെ അല്ല തുടങ്ങി പറഞ്ഞത്. അല്ല, ഈ പ്ലാവിന്റെ ചുവട് എന്തിനാ വെട്ടണേ? ആദ്യം വന്ന് തെങ്ങിന്റെ ചുവടെല്ലാം വെട്ടി വൃത്തിയാക്കണ്ടേ, എന്നിട്ടല്ലേ ബാക്കി ചെയ്യണ്ടേ? ഓ, എന്നാ ചെയ്തേക്കാം. തെങ്ങിന്റെ ചോട്ടില് തെങ്ങിന്റെ ചുവട് വെട്ടിക്ക്. തെങ്ങിന്റെ ചോട്ട് ചെയ്തേക്കാം, തുടങ്ങിയേക്കാം. ഇതെന്താ പപ്പായ തൈ നിൽക്കണ കണ്ടില്ലേ? ഓ, സോറി. എന്ത് കഷ്ടപ്പെടുകൊണ്ട് നട്ടേക്കണതാണ്. നട്ടേക്കുന്നായിരുന്നു അതല്ലേ? പിന്നെ അല്ലാണ്ട് അത് നമുക്ക് ഇപ്പൊ റെഡിയാക്കി. പപ്പായയുടെ ഔഷധ ഗുണമൊക്കെ നിനക്കറിയാമോ? ചുമ്മാ അങ്ങ് പണി ചെയ്യാൻ നടന്നാൽ മതി. ഓ, കണ്ടില്ല സാറേ, ഞാൻ ചെറുതല്ല. ശ്രദ്ധിച്ചില്ല. അതെ, ഒരു കാര്യം ചെയ്യും. ആ തെങ്ങിന്റെ ചുവട് വൃത്തിയാക്കണതിന് മുന്നേ ഈ പപ്പായ ഉണ്ടല്ലോ, അതിനെ അല്ല ആ തൈ എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റി നട്ടെ. അവിടെ അത് അങ്ങോട്ടൊന്ന് മാറ്റി നട്. അവിടെ അവിടെ കുഴിയെടുക്ക്. അവിടോട്ട് നട്. ഇവിടെ അവിടെ എടുത്തോ, അവിടെ എടുത്തോ. നിക്ക്. ഇതിവിടെ നട്ടാൽ ശരിയാവില്ല. ഇത് മൈസൂർ പപ്പായ. ഇത് നമുക്ക് വീട്ടിന്റെ ആ ഭാഗത്ത് നടാം. ആ കുഴി മൂടിക്കോ. എന്താ സാറേ മൂടിക്കോ. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഈ തെങ്ങിന്റെ ചുവട് തന്നെ ആദ്യം ശരിയാക്കുക കേട്ടോ. തെങ്ങ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഈ പണി നീങ്ങുന്നില്ല കേട്ടോ. നീ വന്നിട്ട് ഇത്രയും സമയമായല്ലോ. സാർ അങ്ങനെ പറയത്. പിന്നെ ഇപ്പം ഇവിടെ അവിടെ കളിച്ചോണ്ടിരുന്ന സാർ പറഞ്ഞു ഇവിടെ കളിക്കാൻ. ഇവിടെ കളിക്കാൻ പറഞ്ഞപ്പം അവിടെ ഇതും പറിച്ചോടാൻ പറഞ്ഞില്ലേ? അത് പിന്നെ ഞാൻ അങ്ങനെ പറയില്ലേ. അത് പിന്നെ ഇതിപ്പോ ചെയ്യാൻ സമയം തരണേ. അല്ല, നിന്റെ സൗകര്യത്തിന് പണി ചെയ്യാനാണെങ്കിൽ പിന്നെ നീ നിന്റെ വീട്ടിൽ പണി ചെയ്താൽ പോരെ. ഇത് ഞങ്ങളുടെ പറമ്പിൽ പണി ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. പണിക്കാരൊന്നും കിട്ടാനില്ല, അതറിയത്തില്ലേ? പണിക്കാര് കിട്ടാനില്ല. എന്റെ സ്ഥലം ഉണ്ടല്ലോ അങ്ങ് പാലായില്ല. അവിടെ ഇഷ്ടം പോലെ നല്ല പണിക്കാർ. പാലായി കിട്ടും, ഇവിടെ കിട്ടത്തില്ല. ബംഗാളിൽ നിന്ന് ഇറങ്ങിയ പണിക്കാരവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സാറേ, കനകൻ സാറ് വന്ന് വീട്ടിൽ 5-6 ദിവസം വന്ന് കുത്തി ഇരുന്നിട്ടാണ് ഞാൻ ഈ പണിക്ക് വന്നേ. അത് തന്നെ അവന്റെ മണ്ടത്തിന്. അവന് ബുദ്ധി ഇതുവരെ വന്നിട്ടില്ലല്ലോ. നിന്നെ പോലുള്ള പണിക്കാരന് വേണ്ടി 6-7 ദിവസം കുത്തിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാർ അങ്ങനെ പറയരുത്. സാറിവിടെ പണി നോക്കാൻ വന്നാണ്, എന്റെ പണി ഉഴപ്പാൻ വന്നത്. പണി നോക്കാൻ വന്നതല്ല, ഇതിന് പൈസ അവൻ തരണമെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവിടെ ആത്മാർത്ഥമായിട്ട് പണിതോണ്ടിരുന്നല്ലേ? സാറ് വന്ന് ഇപ്പൊ അവിടെ ചെയ്ത് പറഞ്ഞ സംസാരിക്കാൻ കാണിക്കണം ആ ഒരു ആവേശം ഈ പണിയിലില്ല. ഞാൻ ഇത്ര നല്ല ആത്മാർത്ഥമായിട്ടല്ലേ പണിതോണ്ടിരുന്നേ. എന്ത് ആത്മാർത്ഥത? നീ ഇതുവരെ ഒന്ന് ഇളക്കി വെട്ടിയോ? തറയ്ക്ക് നോക്കൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മേടിക്കുന്ന കൂലിക്കുള്ള പണി ശരിക്കും എടുത്തിട്ടുണ്ട്. അല്ല, നീ എത്ര കൂലി മേടിക്കും? 1000 രൂപ മേടിക്കും ഡെയിലി.
കൊള്ളാം. ചുമ്മാ അല്ല. അപ്പൊ നൈസ് പണിയും കടുത്ത ശമ്പളവും. ആ. നിന്നെ പോലുള്ള കുറേമാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സർക്കാർ ജോലി രാജിവെച്ചിട്ട് ഈ പണിക്ക് ഇറങ്ങി അതിലും പൈസ കിട്ടും. അറിയാം. ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ സൂചിപ്പിച്ച് അങ്ങനെ പറയല്. എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് വന്ന് പണിതോണ്ടിരുന്ന പറമ്പായത്. അതുകൊണ്ട് അവര് ആ ഒരു സ്നേഹം വെച്ചിട്ടായിരിക്കും അവൻ നിന്നെ വിളിച്ചേക്കുന്നത്. അതെ. പക്ഷെ നിനക്ക് പണി അറിയില്ല. അങ്ങനെ പറയാം, എനിക്ക് പണി അറിയില്ലെന്ന് പറയുന്നത്. നീ എന്നോട് സംസാരിക്കാൻ കാണുന്ന ആവേശം ഈ പണിയിൽ കാണിക്കാത്തത് പണിയും ഞാൻ പണിയുടെ കൂലിയും മേടിച്ചോണ്ടാ പോകുള്ളൂ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ രാവിലെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. അവിടെ കിളക്ക, ചേമ്പിന് കിളക്ക, ഇത് പറിക്ക, കപ്പളം പറിച്ച അവിടെ കുഴിയെടുക്കും. അതാണ് പണിക്കാരൻ. അല്ലാതെ നിന്റെ അങ്ങനെ അല്ലല്ലോ, നമ്മൾ മാറായിട്ട് പണിതോണ്ടിരുന്നത്. ഭ്രാന്താണ്. ഒരു പണി പണിതോ ആരാന്ന അവന്റെ വിചാരം? ലോകത്ത് വരെ പണിക്കാരില്ലെന്നാണ് അവന്റെ വിചാരം. ഇതിനു വേണ്ടിട്ടാണ് ക്ലീറ്റോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. അല്ല, ഞാൻ വന്നത് നന്നായിന്ന്. എന്ത് നന്നായി? ഇങ്ങനെയുള്ള പണിക്കാരനെ കൊണ്ട് ഇവൻ എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെയുള്ള കഴുതകളെ? അയാൾ ഈ നേരം വരെ കൊണ്ട് ഇത്ര നേരം ഈ നേരം വരെ ഇവിടെ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്ന മറ്റേ ഇവിടെ ഷേവ് ചെയ്യുന്ന പോലെ. എന്താ ഇനി ഇതൊക്കെ ആര് ചെയ്യും? പണി ചെയ്യാൻ ആളെ ഞാൻ കൊണ്ടുവരും. എനിക്കറിയാം പണിക്കാരെ കൊണ്ടുവരാം. പാലായിലുണ്ട് നല്ല അന്തസ്സായിട്ട്. പാലായിൽ ഒരു കുറവേ ഉള്ളൂ, ക്ലീറ്റസിന്റെ കുറവ് മാത്രമേ എവിടെ ഉള്ളൂ. ആ കുറവ് മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. പൊന്ന് ക്ലീറ്റോ, ഞാൻ കാല് പിടിക്കിച്ചൊന്നും മിണ്ടാതിരിക്കാമോ? അയ്യോ, മിണ്ടാതിരിക്കാം. എനിക്ക് എങ്ങനെ പോകാൻ? അവന്റെ സംസാരമേ അവൻ ശരിയല്ല. ക്ലീറ്റോ ചേട്ടൻ എന്തിന്റെ കേടായിരുന്നു? എന്തോരം വിളിച്ചിട്ടാണ് അയാൾ വന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, യവനെ എന്തിനാണ് ഇങ്ങനെ താങ്ങി എടുത്തുകൊണ്ട്? ഇവൻ ആരാ ഇവിടുത്തെ? വേറെ പണിക്കാരില്ലെന്ന്. പണിക്കാരെ ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ പണി നോക്കിയോ, ക്ലീറ്റസ് ആളിനെ വെച്ച് വൃത്തിയാക്കി കാണിച്ചു തരാം. കൊറേ നാളായാലും ഇതിങ്ങനെ കിടക്കണോ? നേരം നിങ്ങൾക്ക് അറിയാറില്ല ഇത്? അല്ല, ഈ കഴുതയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം ഇവിടെ വെയിറ്റ് ചെയ്തത്. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ വേറെ കഴുത കൊണ്ടുവരാൻ എന്താ? ഞാൻ കൊണ്ടുവരും. എന്തെങ്കിലും പറഞ്ഞാ കൂടി പോകത്തോണ്ട്. മതി. അവൻ വരുമ്പോഴേ ബാക്കി കേട്ടോളും. എന്ത്? കനകം വരുമ്പോ പറഞ്ഞ ഉത്തരം. എന്റെ അളിയനും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവനെ തല്ലിക്കൊന്നാനാ അറിയാ. അല്ലേ അവന്റെ അഹങ്കാരം. പോടാ റാസ്കലെ. ഇത്രയും സാധിച്ചല്ലോ, കഴിഞ്ഞല്ലോ. നീ ഇപ്പൊ വീട്ടിൽ പോയിരിക്കാല്ലോ, റെസ്റ്റ് എടുക്ക. എന്റെ മോളെ കുറെ പൈസ അവൻ വെറുതെ തിന്നേനെ. ഞാൻ എന്തിവിടെ നിങ്ങൾക്കൊന്നും പൈസയുടെ വില അറിയില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ കഷ്ടപ്പെടുന്നു, കൊണ്ട് നിങ്ങളെ തരുന്നു. അപ്പൊ എന്തും ആവാലോ. ആവും. ഇനിയിപ്പോ ഒറ്റയ്ക്ക് ഒന്ന് പണിയെടുത്തോട്ടോ. വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ കേട്ടാ.